I am Vijay Snell, former officer for Corporation of India. Current Affairs പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ വൈകുന്നേരത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് കുറേ അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസിൽ ഒരെണ്ണത്തിനെ കുറിച്ചാണ്. എല്ലാവർക്കും അത് അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ. എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഇന്നലെ തകർന്നു. അതിന്റെ കോസസ് എക്സാക്ട്ലി കണ്ടെത്തിയിട്ടില്ല. എന്തായാലും ഒരു അട്ടിമറി അല്ല എന്നാണ് ഇപ്പോൾ പ്രാഥമിക വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും എന്തെങ്കിലും എഞ്ചിൻ മാൽ ഫംഗ്ഷനോ എന്താണെന്ന് അറിഞ്ഞല്ലോ. എന്തായാലും ബോയിങ്ങിന്റെ 700 സീരീസിലുള്ള വിമാനങ്ങൾക്ക് പലതിനും വലിയ പ്രശ്നങ്ങളാണ്. ഒന്ന് രണ്ടാണ് ഈയിടയ്ക്കല്ല, കഴിഞ്ഞ ഒരു ഡെക്കേഡിനകത്ത് വെച്ച് 1-2 ക്രാഷസ് ബോയിങ്ങിന്റെ വിമാനങ്ങളിൽ ഉണ്ടായി. അപ്പോൾ ഇത് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ബോയിങ് വിമാനങ്ങൾക്ക് ലോകത്തുള്ള വിശ്വാസ്യത വീണ്ടും ഒന്നുകൂടെ ഇടിയും. അതുകൊണ്ട് തന്നെ ഇന്നലെ ബോയിങ്ങിന്റെ ഷെയറൊക്കെ US സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ഇതുപോലെ ബോയിങ്ങിന്റെ ഈ സ്പേസ് ഷിപ്പിലാണ് ഈ ഇടയ്ക്ക് സുനിത വില്യംസ് ഒക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയത്. അതും പ്രശ്നമായി. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അവസാനം എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് അവർ തിരിച്ചെത്തിച്ചത്. അപ്പൊ എല്ലാ ഫീൽഡിലും ഇപ്പൊ ബോയിങ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു മരണം, ഈ ഒരു ക്രാഷ്, ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന്റെ ക്രാഷ് ഇന്ത്യയെ ആകെ വിഷമത്തിലാക്കി. ഇന്ത്യ മാത്രമല്ല, UK പൗരന്മാർ കുറെ പേര് മരിച്ചു, പോർച്ചുഗീസ് പൗരന്മാർ മരിച്ചു, കനേഡിയൻ പൗരനുണ്ടെന്ന് തോന്നുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവരുടെ എല്ലാവരുടെയും ലൈഫ്സ് വളരെ പ്രഷ്യസ് ആണ്. വളരെ കഷ്ടമായി പോയി. എന്തായാലും ഇത് ഈ ഫ്ലൈറ്റിന് എയർ ഇന്ത്യ ഇട്ടേക്കുന്ന പേര് AI-171 എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദില് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ്. അപ്പൊ അതുപോലെ ഗുജറാത്തിന്റെ പഴയ ചീഫ് മിനിസ്റ്ററും ഈ ആക്സിഡന്റിൽ ഈ ക്രാഷിൽ മരിക്കുകയാണ്. ഗുജറാത്തിന്റെ ഫോമർ ചീഫ് മിനിസ്റ്റർ, നൗ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ഈസ് ഭൂപേന്ദ്ര പട്ടേൽ. Previously, before Bhupendra Patel, he was the chief minister, Vijay Rupani. He is a tall BJP leader in Gujarat. He also died yesterday in that plane crash. അതും ഒരു ന്യൂസ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നെ വളരെ കഷ്ടം, ഈ പ്ലെയിനിലൊന്നും യാത്ര ചെയ്ത സാധാരണക്കാരായ കുറച്ച് കുട്ടികൾ, MBBS സ്റ്റുഡൻസ്, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും MBBS വരെയൊക്കെ എത്തുന്നത്. അവര് പഠിച്ച മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് ഈ പറഞ്ഞ പ്ലെയിൻ ക്രാഷ് ആയി ഇറങ്ങിയത്. അപ്പം അവിടെയും 5 പേര് മരിച്ചെന്നാണ്. അതും ചിലപ്പം കൂടിക്കാണോ മരണസംഖ്യയൊക്കെ. അപ്പൊ എന്തായാലും 5 MBBS സ്റ്റുഡൻസ് മരിച്ചു. അപ്പോൾ അത് വളരെ വളരെ ശമിപ്പിക്കുന്ന ഒരു ന്യൂസ് ആണ്. പിന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ടു 6-year low എന്നൊരു ന്യൂസ് ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി വെരി ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ, ബിക്കോസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ് എ ഹെഡേക്ക് ഫോർ Reserve Bank of India and Finance Ministry of India, because during the last 2 to 3 years, inflation was on a higher side, and Reserve Bank of India was struggling to contain inflation, especially food inflation. There are 2 types of inflations, wholesale inflation and retail inflation. Wholesale inflation is being calculated by WPI. WPI means wholesale price index, and the retail inflation is being calculated by consumer price index, CPI. On a monthly basis, this retail inflation and wholesale inflation are calculated in India. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഇന്നലെയും ഇപ്പൊ ഈ പുറത്തുവിട്ടേക്കുന്ന ഫിഗർ എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആണ്. ദാറ്റ് മീൻസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ദാറ്റ് ഈസ് ദ മെയിൻ ഇൻഫ്ലേഷൻ വിച്ച് ഈസ് അഫക്റ്റിംഗ് ദ കോമൺ മാൻ, ബിക്കോസ് അതാണ് നമ്മളെ ബാധിക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. മറ്റ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻപുട്ട് കോസ്റ്റിലുണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആണ്. അതായത് ഈ മാനുഫാക്ചറേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഇൻപുട്ട് കോസ്റ്റിലുണ്ടാകുന്ന ഇൻക്രീസിനെയാണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. അത് നമ്മളെ ഡയറക്ട്ലി ബാധിക്കണമെന്നില്ല. അപ്പൊ എന്തായാലും ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അത് 4 ± 2 നിലനിർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. 4 ± 2 നിലനിർത്തുക. അതായത് 4+2 ആവാം 6 വരെ, 4 - 2 എന്ന് പറയുമ്പോൾ 2 വരെ ആകാം. ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2.8% ആണ്. 2.8% മീൻസ് ഇറ്റ് ഈസ് വെരി വെൽ വിത്തിൻ ദിസ് ലിമിറ്റ്, 4 ± 2 ലിമിറ്റ്. അപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ് നൗ അണ്ടർ കംഫർട്ടബിൾ ലെവൽ. അതുകൊണ്ടാണ് മോണിറ്ററി പോളിസി കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി റിലീസ് ചെയ്തപ്പോൾ അതിൽ റിപ്പോ റേറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്തത്. റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന എപ്പോഴും ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുമ്പോഴേ കുറയ്ക്കുള്ളൂ. വാട്ട് ഈസ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് RBI ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അവർ ലോൺ കൊടുക്കുമ്പോൾ ആ റിപ്പോ റേറ്റ് കൂടിയിരുന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ ലോൺ തരുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കും. പക്ഷെ റിപ്പോ റേറ്റ് കുറഞ്ഞിരുന്നാലോ കൊമേഴ്സ്യൽ ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കും. അപ്പൊ നൗ ഇൻഫ്ലേഷൻ ഈസ് അണ്ടർ കൺട്രോൾ, സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാൻ ബോൾഡ്ലി reduce the interest rate
ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോ റേറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റിപ്പോ റേറ്റ് ഒരു കുറച്ച്. എന്തിനാ റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന? ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുമ്പോൾ റിപ്പോ റേറ്റ് കുറഞ്ഞാൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ദാറ്റ് വിൽ മേക്ക് ബാങ്ക് ലോൺസ് ചീപ്പർ. ലൈക്ക് there are different types of bank loans like automotive loans, home loans, personal loans, etc. That we will get in a very cheaper manner once the repo rate is reduced by the Reserve Bank of India. So now the loans are getting cheaper in India. Once loans are getting cheaper, we will buy cars, we will buy flats, we will buy residential properties, we will buy many things. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫ്ലേഷൻ കുറയുമ്പോൾ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അതത്രയും അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യ മാർക്സ് എ റിലേറ്റീവ് ഡ്രോപ്പ് ഇൻ ജെൻഡർ പാരിറ്റി. അപ്പൊ അതൊരു ഗ്ലോബൽ റാങ്കിങ് ആണ്. അതിന്റെ പേര് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 എന്നാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 ഉണ്ടാക്കുന്ന 2025 നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 2026 ആവും. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതായിരുന്നു പഠിച്ചു വെച്ചേക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. WEF വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ടാക്കുന്ന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 131 ആയിട്ട് ഡ്രോപ്പ് ചെയ്തു. പ്രീവിയസ്ലി ഇറ്റ് വാസ് 129. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 129. നൗ ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 131 ഔട്ട് ഓഫ് 148 കൺട്രീസ്. 148 കൺട്രീസിന്റെ കൂട്ടത്തിൽ 131 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ വെരി ബാഡ് റാങ്ക്. അത് ജെൻഡർ പാരിറ്റിയുടെ റാങ്ക്. ജെൻഡർ പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ പുരുഷ തുല്യത എന്നൊക്കെ പറയാം. അപ്പൊ ഇന്ത്യയിലെ സമൂഹത്തിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം വളരെ ബിഗ് ആണെന്നാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇനിയും വിമൻ എംപവർമെന്റ് ഇനിഷ്യേറ്റീവ്സ് സെൻട്രൽ ഗവൺമെന്റ് ഗ്രൗണ്ട് ലെവലിൽ നടപ്പാക്കാനുണ്ട്. അപ്പൊ ഇനി ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിൽ ലോകത്തിൽ നമ്പർ 1 രാജ്യം, അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ നമ്പർ 1 ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡ് ആണ്. അത്രയാണ് അതിൽ അറിയേണ്ടത്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ ഈ പേജ് ഫുള്ള് ഇന്നലെ നടന്ന പ്ലെയിൻ ക്രാഷിനെ കുറിച്ചാണ്. അത് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർ വായിച്ചാൽ മതി. അതല്ലാതെ ഈ പേജില് ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബീഹാർ ഇലക്ഷനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ബീഹാർ ഈസ് ദ ബിഗ് സ്റ്റേറ്റ് ഗോയിങ് ഫോർ ഇലക്ഷൻ ദിസ് ഇയർ and the chief minister of Bihar is Nitish Kumar, and the election commission of India is conducting various elections in India like state legislative assembly elections, Lok Sabha election, Rajya Sabha election, etc. Only local body elections are being conducted by state election commissions. State election commissions are conducting only local body elections ആണ്. ബാക്കി all other elections are being conducted by election commission of India, including president election also ആരുടെ is the responsibility of election commission of India. And who is the chief of election commission? That is CEC, chief election commissioner. Chief election commissioner is the chief of election commission. Current CEC chief election commissioner is Gyanesh Kumar is the current chief election commissioner. അപ്പൊ അതൊക്കെ ആണ്. അതല്ലാതെ ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 2 ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഫോട്ടോ കാണാം. എല്ലാ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഓരോ പേജിലും ഏതെങ്കിലും ചീഫ് മിനിസ്റ്റേഴ്സിന്റെയോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണും, പേരുകൾ കാണും. അതെല്ലാം പഠിക്കണം. സിദ്ധരാമയ്യ is the chief minister of Karnataka. He is Siddaramaiah. He is the chief minister of Karnataka and he is the deputy chief minister DK Shivakumar. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് രേഖ ഗുപ്തയുടെ ഒരു ഫോട്ടോ കാണാം. Who is രേഖ ഗുപ്ത? She is the chief minister of Delhi. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെയും അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് ചന്ദ്രബാബു നായിഡു ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ചന്ദ്രബാബു നായിഡു ഇസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്. കറന്റ്ലി he is the chief minister of Andhra Pradesh and he completed 1 year റിപ്പോർട്ട് കാർഡൊക്കെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാരെടുത്ത്. അപ്പൊ അതിനെ കുറിച്ച് ചന്ദ്രബാബു നായിഡു ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്. പിന്നെ വേറൊന്നും ഇവിടെ പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ സ്പോട്ട്ലൈറ്റ് പേജ് ഫ്രൈഡേയിൽ വരുന്നത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് മെട്രോ പ്ലസ് പേജ്, അത് നമുക്ക് വേണ്ട. ഇനി എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എ ഗുഡ് ഫിക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് സിമ്പിൾ എഡിറ്റോറിയലാണ്. ഇന്നത്തെ ഹിന്ദുവിലെ 2 എഡിറ്റോറിയൽസും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എഡിറ്റോറിയൽസ് എല്ലാ ദിവസവും വായിക്കണം. അതല്ലാതെ 2 ആർട്ടിക്കിൾസ് ഹിന്ദു സെലക്ട് ചെയ്ത് എഡിറ്റോറിയൽ പേജിൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ നിന്നൊക്കെ വായിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്.
അപ്പൊ എഡിറ്റോറിയൽ പേജിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ IRCTC ഇപ്പൊ നടത്തിയ ചില കറക്ഷൻസിനെ കുറിച്ചാണ്. വാട്ട് ഈസ് IRCTC? IRCTC ഹൗസ് ഹോൾഡ് നെയിം ഇൻ ഇന്ത്യ ബിക്കോസ് the common man in India prefer railway journey as their preferred mode of transportation because it is somewhat affordable for common masses in India. So for online booking of tickets, we are using IRCTC sites. IRCTC means Indian Railway Catering and Tourism Corporation. Indian Railway Catering and Tourism Corporation. പക്ഷേ ഈ IRCTC അതുപോലെ നമുക്ക് തത്കാൽ ടിക്കറ്റുകളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ IRCTC വഴി അല്ലാതെയൊക്കെ റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എമർജൻസി വന്നാൽ ചിലർക്ക് എമർജൻസി വരും. അപ്പൊ അവർക്ക് ട്രെയിൻ ജേണി ആ സമയത്ത് പോസിബിൾ ആവണം. അതിനുവേണ്ടി കുറച്ച് ടിക്കറ്റ്സ് ഒരു മാറ്റി വെച്ചേക്കുക. ഒരു തത്കാൽ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവര് ജേണിയുടെ 2 ദിവസം മുമ്പൊക്കെയാണ് അത് പിന്നീട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതിന് കുറച്ച് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഈ തത്കാൽ ടിക്കറ്റുകൾ പലപ്പോഴും കോമൺ മാനിന് കിട്ടാതായി. കാരണം എന്ന് വെച്ചാൽ ഇതില് ഈ ഏജൻസ് ഉണ്ട്, റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസ്. ഇവര് ഈ ടിക്കറ്റുകൾ ബൾക്കായിട്ട് ബുക്ക് ചെയ്യും. അതിന് അവർ സോഫ്റ്റ്വെയറുകളുടെ സഹായം ഉപയോഗിക്കുന്നുണ്ട്, ബോട്ടുകളുടെ സഹായം ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ സഹായത്തോടെ. അപ്പൊ പലപ്പോഴും സാധാരണക്കാരന് ഈ പറഞ്ഞ ടിക്കറ്റുകൾ കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോ ഇപ്പോ ഈ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ പുതിയ ചില മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവയ്ക്കുക. ഒന്നാമത്തെ കാര്യം, തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ അരമണിക്കൂർ ഏജൻസിന് ടിക്കറ്റ് കൊടുക്കൂല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവരെ കൊടുക്കൂ. അപ്പൊ ആദ്യത്തെ അരമണിക്കൂർ നമുക്കെല്ലാം അവിടെ ഒരു ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഇനി കൂടും. കാരണം മറ്റു നമ്മര് ബൾക്കായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് ജൂലൈ 1 തൊട്ട് നിലവിൽ വരാൻ പോയാ. അതുപോലെ ഈ കുറച്ചുകൂടെ ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആധാർ മാൻഡേറ്ററി ആക്കിയ. അപ്പൊ നമ്മളുടെ ആധാർ നമ്പറും എല്ലാം നമ്മൾ ഈ പറഞ്ഞ IRCTCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഈ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് OTP നമ്മളുടെ മൊബൈലിലേക്ക് വരും. ഈ OTP ഓതന്റിക്കേഷൻ നടത്തി ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ട് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇനി തൊട്ട് റെയിൽവേ തത്കാൽ ടിക്കറ്റുകൾ ജൂലൈ 1 തൊട്ട് കിട്ടുള്ളൂ. അത് നല്ല കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാസഞ്ചർ കൺവീനിയൻസ് ഒരു പരിധിവരെ കൂടുമെങ്കിലും എന്തുകൊണ്ടാണ് ഈ ടിക്കറ്റ് ഇത്ര മാഡ് റഷ് വരുന്നത് only because of the fact that there are no adequate trains. There are no adequate trains in India for all the passengers who are vying for റെയിൽവേ ജേണി. അപ്പൊ അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ട്രെയിൻസ് ഇല്ല. അപ്പൊ അഡിക്വേറ്റ് നമ്പർ ഓഫ് ട്രെയിൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കഴിയണം, അല്ലെങ്കിൽ റെയിൽവേക്ക് കഴിയണം. പക്ഷെ അത് കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, നമ്മളെ റെയിൽവേ ട്രാക്കുകളുടെ എണ്ണം കൂടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതിന് ലാൻഡ് അക്വിസിഷൻ ഓരോ സ്റ്റേറ്റ്, ഇപ്പൊ കേരളത്തിൽ തന്നെ റെയിൽവേ ട്രാക്കൊന്നും കൂടണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വഴിയിലേക്ക് കിടക്കേണ്ടി വരുന്നത്. ട്രെയിൻസ് നമ്മൾ പൊക്കോണ്ടെങ്കിൽ ഒരു ട്രെയിൻ പോകാൻ വേറൊരു ട്രെയിൻ പിടിച്ചിടുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? മെയിനായിട്ട് ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഡബിളിംഗ് ഓഫ് റെയിൽവേ ട്രാക്ക് പോലും നമ്മളെ പല സ്റ്റേറ്റുകളിലും നടക്കുന്നില്ല, കേരളത്തിൽ ഉൾപ്പെടെ. അപ്പം അതും എല്ലാ ഗവൺമെന്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയാലേ ട്രെയിൻസിന് എണ്ണോ കൂട്ടാൻ പറ്റും. അപ്പോഴേ നമുക്ക് ഈ പ്രശ്നം സ്ഥിരമായിട്ട് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ അബിസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് സൗത്ത് കൊറിയയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചാണ്. സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയാം. കാര്യം നമ്മളെ വീടുകളിലെല്ലാം സൗത്ത് കൊറിയയുടെ ഒരു പ്രോഡക്റ്റ് എങ്കിലും കാണാറുണ്ട്. ഒന്നുകിൽ ഒരു സാംസങ്, അല്ലെങ്കിൽ ഒരു LG, അല്ലെങ്കിൽ ഹ്യുണ്ടായി, അല്ലെങ്കിൽ കിയ, ഇതുപോലുള്ള ഇതെല്ലാം സൗത്ത് കൊറിയൻ കമ്പനീസ് ആണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും ഡെവലപ്പ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് സൗത്ത് കൊറിയ. ഈ സൗത്ത് കൊറിയയില് യൂൺ സുക് ഇയോൾ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അത് പഠിക്കണ്ട കാര്യം, അയാൾ മാറിയിപ്പം. അയാള് ആക്ച്വലി ഭൂരിപക്ഷം ഇല്ലാതെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് അലയൻസ് പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ കോംപ്രമൈസ് ചെയ്ത് മാത്രമേ അവിടെ ഭരിക്കാൻ പറ്റുള്ളൂ സൗത്ത് കൊറിയ. പക്ഷെ പുള്ളിക്ക് പലപ്പോഴും തോന്നി അങ്ങനെ ആഗ്രഹിക്കുന്ന നിയമങ്ങൾ അവിടെ പാസ്സാക്കാൻ പറ്റുന്നില്ല. മെയിനായിട്ട് അങ്ങേരുടെ അലയൻസ് പാർട്ട്നേഴ്സ്, പിന്നെ ഓപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാല് 2024 ഡിസംബറിൽ അവിടെ മാർഷ്യൽ ലോ എന്നൊരു സംഭവം പാസ്സാക്കി. മാർഷ്യൽ ലോ എന്ന് പറഞ്ഞാല് പട്ടാള നിയമം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പട്ടാളത്തിനും പ്രസിഡന്റിനും ആയിരിക്കും അവിടെ അധികാരം എന്ന് പറയുന്നത്. പക്ഷെ പുള്ളി കരുതിയത് ഈ പട്ടാള നിയമം പാസ്സാക്കുമ്പോൾ അവിടുത്തെ അങ്ങേരെ റൂളിംഗ് പാർട്ടിയുടെയൊക്കെ ഫുൾ സപ്പോർട്ട് പുള്ളി കിട്ടുന്നു. പക്ഷെ സ്വന്തം പാർട്ടിക്കാർ പോലും അതിനെ ഒപ്പോസ് ചെയ്തു. അതിന് കാരണമുണ്ട്. സൗത്ത് കൊറിയ ഏതാണ്ട് 3 ഡെക്കേഡോളം പട്ടാള ഭരണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാള ഭരണത്തിന്റെ ദോഷങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് സൗത്ത് കൊറിയക്കാർ. അപ്പൊ അവിടുത്തെ ജനങ്ങളോ അവിടുത്തെ ലോ മേക്കേഴ്സോ ഒന്നും ഇനിയൊരു പട്ടാള ഭരണത്തിനെയോ മാർഷ്യൽ ലോ എന്നവർ അംഗീകരിക്കത്തില്ല. അപ്പം അവിടെ
പുള്ളിയെ അങ്ങനെ അവിടുത്തെ പാർലമെന്റ് പുറത്താക്കാൻ തീരുമാനിക്കുക. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത്. അത് മാത്രമല്ല അവിടുത്തെ സുപ്രീം കോടതിയുടെ അംഗീകാരവും വേണം. അവരെയും അംഗീകരിച്ചു. അങ്ങനെ പ്രസിഡന്റിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ 6 മാസത്തിനകം ഇലക്ഷൻ നടത്തണമെന്നാണ്. ഇപ്പൊ ഇലക്ഷൻ നടന്നപ്പോൾ പുള്ളി ഏറ്റവും കൂടുതൽ പേടിച്ച, പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത ഒപ്പോസിഷൻ ലീഡറായ ലീ ജെ മ്യൂങ് അവിടുത്തെ പ്രസിഡന്റ് ആവുകയാണ്. അപ്പൊ ലീ ജെ മ്യൂങ്ങിന്റെ പാർട്ടിക്ക് 49.4% വോട്ട് കിട്ടുന്നു. എതിർ പാർട്ടിക്ക് 41.2% വോട്ടേ കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെ അവരവിടെ പ്രസിഡന്റ് ആയിട്ട് അയാളെ അധികാരത്തിൽ വരികയാണ്. സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ലീ ജെ മ്യൂങ്. അത് പഠിക്കേണ്ട ഒരു പേരാണ്. അപ്പൊ അധികാരത്തിൽ വരുന്നു. അപ്പം ഇനി ഈ ലീ ജെ മ്യൂങ് പുതിയ പ്രസിഡന്റായിട്ട് വരുമ്പോ അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ മാർഷ്യൽ ലോ പാസ്സാക്കിയ പഴയ പ്രസിഡന്റിന് ഉറപ്പായിട്ട് അതിന് ശിക്ഷ കൊടുക്കണം. പക്ഷെ എന്ന് കരുതി ഒപ്പോസിഷൻ ഒരു വിച്ച് ഹണ്ടിങ് നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് പോകില്ല. അതായത് ഒപ്പോസിഷൻ ടാർഗറ്റ് ചെയ്ത് ശിക്ഷിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകരുത്. പിന്നെ സൗത്ത് കൊറിയ മെയിൻലി US ഡിപ്പെൻഡ് ചെയ്താ ജീവിക്കുന്നത്. പക്ഷെ US മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകരുത്. കാര്യം ചൈന ഏഷ്യയിലെയും ലോകത്തെ ഒരു വൻ ശക്തിയാണ്. അപ്പൊ ചൈനയും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന പുതിയ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതും വേണം. അല്ലെങ്കിൽ ഒരു US ഒരു സാറ്റലൈറ്റ് പോലെ ആയിപ്പോവും. പിന്നെ സൗത്ത് കൊറിയ എക്കണോമിക് ഗ്രോത്ത് ഇപ്പൊ ഭയങ്കര കുറവാണ്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് കൂട്ടാനുള്ള നടപടികൾ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ എഡിറ്റോറിയൽ പറഞ്ഞു. വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ 2 എഡിറ്റോറിയൽ വായിക്കാം. പിന്നെ മറ്റ് ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തത്, ആക്ച്വലി ഇന്ന് എനിക്കൊരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആറ്റിങ്ങിൽ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പോയി ട്രാവൽ ചെയ്ത് ക്ലാസ് എടുത്ത് തിരിച്ചു വന്നാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നോക്കാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് നോക്കിയ കാര്യങ്ങൾ പറഞ്ഞാൽ അർബനൈസേഷൻ ആൻഡ് ദ ചലഞ്ചസ് ഓഫ് ഐഡിയൽ ട്രാൻസിറ്റ് സൊല്യൂഷൻസ് എന്നൊരു ആർട്ടിക്കിളാണ്. ഇന്ത്യ 2060 ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ 60% അർബൻ പോപ്പുലേഷൻ ആയിരിക്കും എന്നാ പറഞ്ഞത്. മൊത്തം പോപ്പുലേഷന്റെ 60% അർബൻ പോപ്പുലേഷൻ ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. 2060. അപ്പൊ ഈ അർബൻ പോപ്പുലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം തന്നെ അർബൻ പോപ്പുലേഷൻ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. 40%-ലധികവും അർബൻ പോപ്പുലേഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അർബൻ മൊബിലിറ്റി ഈസ് എ വെരി ബിഗ് ഇഷ്യൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ കാണുമായിരിക്കും. പക്ഷെ സിറ്റി എവർ എക്സ്പാൻഡിങ് ആകുമ്പോൾ നമുക്ക് സ്വന്തം വാഹനങ്ങൾ, റോഡ് വേണം. റോഡിന് എത്ര എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും റോഡിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങുക ഈസി അല്ല. ട്രാഫിക് കൺജഷൻ കൂടും. അത് മാത്രമല്ല അത് എൻവയോൺമെന്റ് ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മൊബിലിറ്റി സൊല്യൂഷൻസിലേക്ക് പോകണം. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ കൂടുതലായിട്ട് ഇലക്ട്രിക് ബസ്സസ് ഇറക്കാൻ തീരുമാനിച്ചു. അതിലൊരു പ്രോജക്ടിന്റെ പേരൊക്കെ പറഞ്ഞു, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ വന്ന ഒരു ഇലക്ട്രിക് ബസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോജക്ടിന്റെ പേരുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 14,000 പുതിയ ബസ്സുകൾ, ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യയിലെ സിറ്റികളിൽ ഇറക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. പക്ഷെ നമുക്ക് വേണ്ടത് 2 ലക്ഷത്തോളം ബസ്സുകളാണ്. അപ്പൊ ഈ 14,000 ബസ്സുകൾ എവിടെ പറ്റൂല. അപ്പൊ എന്തായാലും ചെയ്യുന്നുണ്ടത്. പക്ഷേ പിന്നെ നമ്മളെ അപ്പൊ അത് ഇനിയിപ്പോ 2 ലക്ഷത്തോളം ബസ്സുകൾ ഗവൺമെന്റ് ഇറക്കാന്ന് വിചാരിച്ചാലോ, ഓരോ ബസ്സിനും വില കൂടുതലാണ്. സാധാരണ ബസ്സുകളെക്കാളും ഭയങ്കര വില കൂടുതൽ. അപ്പൊ അത് എക്കണോമിക്കലി ഫീസിബിൾ എത്രത്തോളം ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിന് പകരം മെട്രോ ട്രെയിൻസ്, ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഐഡിയ. മെട്രോ ട്രെയിൻ ഈസ് എ മീൻസ് ഓഫ് MRT മീൻസ് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആൾക്കാരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനാണ് MRT എന്ന് പറയുന്നത്. MRT മാസ് റാപ്പിഡ് ട്രാൻസിറ്റ്. അതിലൊരെണ്ണമാണ് ഈ പറഞ്ഞ മെട്രോ ട്രെയിൻ, പിന്നെ മോണോ റെയിൽ, പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഹൈപ്പർ ലൂപ്പ്, ഇതെല്ലാം മാസ് റാപ്പിഡ് ട്രാൻസിറ്റിൽ വരുന്നതാണ്. അപ്പൊ മെട്രോ ട്രെയിൻ ഇപ്പൊ തിരുവനന്തപുരത്ത് പുതുതായിട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞ ഒരു ന്യൂസ് കണ്ടു. അതിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുക. പക്ഷെ അതിന് ഇയേഴ്സ് ടുഗദർ എടുക്കും ഇതൊരു റിയാലിറ്റി ആവാൻ. ഇനി റിയാലിറ്റി ആയാലും പ്രോഫിറ്റ് ആവാനും ഒരുപാട് സമയം എടുക്കും. അത് എപ്പോൾ എത്രത്തോളം ഫീസിബിൾ ആണ്, നമ്മൾ അർബനൈസേഷൻ കൂടി പോകുന്ന വേഗത വെച്ച് നമുക്ക് അതേ വേഗതയിൽ മെട്രോയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ഒരു പറയുന്ന വെച്ചാൽ ട്രാംസ് യൂസ് ചെയ്യാം. ട്രാംസ് പക്ഷേ ഇന്ത്യയിൽ കൊൽക്കത്തയിലെ ട്രാംസ് ഉണ്ട്. ആ ട്രാംസ് പോലും ഇപ്പൊ ക്ലോസ് ഡൗൺ ചെയ്യാണ്. അപ്പൊ ഈ ട്രാംസ്, ഇത് ഒരു സ്റ്റഡിയൊക്കെ പറയുന്നുണ്ട്, അടുത്ത 50-60 വർഷം ഈ ട്രാംസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബസ്സുകൾ ഉപയോഗിക്കുന്നത്, ഇതിൽ ഏതാണ് ബസ്സുകൾ ഭയങ്കര നഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ലോങ്ങർ ടൈമിൽ ഒരിക്കലും അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ സ്വകാര്യ മേഖല, പ്രൈവറ്റ് മേഖലയൊന്നും ആ ഒരു ഫീൽഡിൽ ഇപ്പൊ ബസ്സുകൾ റൺ ചെയ്യാനോ ഒന്നും അവർ തയ്യാറാകത്തില്ല. അപ്പം ഈ സസ്റ്റൈനബിൾ ആയിട്ട് മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ട്രാമുകൾ ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ ട്രാമുകളൊന്നും നമ്മളെ ഇന്ത്യയിൽ സിറ്റികളിൽ അത് കൂടുതലായിട്ട് പരീക്ഷിക്കപ്പെട്ടിടത്ത് പോലും അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റ് സൊല്യൂഷൻ നമ്മളുടെ അർബനൈസേഷൻ ചലഞ്ച് കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഈസി ആർട്ടിക്കിൾ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൺസ് യു റീഡ് ദിസ് ആർട്ടിക്കിൾ. സോ
പ്ലീസ് ഗോ ത്രൂ ദിസ് ആർട്ടിക്കിൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഈസ് ബംഗ്ലാദേശ് സ്ലിപ്പിംഗ് ഇൻ ടു അതോറിറ്റേറിയനിസം എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സംഭവമാണ്. കാരണം ബംഗ്ലാദേശിലെ വിഷയങ്ങളെ കുറിച്ച് ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയാണ് നമുക്കറിയാം. 1971 പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വാറിൽ കൂടെ തോപ്പിച്ച് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാന് ഇന്ദിരാഗാന്ധിയും ബംഗ്ലാദേശി ലീഡറായിരുന്ന മുജീബുർ റഹ്മാനും ചേർന്ന് ബംഗ്ലാദേശ് ആക്കുകയാണ്. അതാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. പക്ഷെ ആ മുജീബുർ റഹ്മാൻ ഫാദർ ഓഫ് ദ നേഷൻ ആയിട്ട് അവിടെ അറിയപ്പെട്ടിരുന്നു. ആ മുജീബുർ റഹ്മാനെ പിന്നെ കില്ലിയാണ് അവിടെ ഒരു പട്ടാള അട്ടിമറിക്ക് ശേഷം. അദ്ദേഹത്തിന്റെ മകളായിരുന്ന ഷെയ്ഖ് ഹസീന ആണ് പിന്നീട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിട്ട് കുറെ കാലം ഇരുന്നു. ഇപ്പോഴും ഷെയ്ഖ് ഹസീന പ്രൈം മിനിസ്റ്റർ. ഷീ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾസോ. ബട്ട് റീസെന്റ് there was a student uprising, a student agitation started and to oust this Sheikh Hasina from the power, and they succeeded in it. Sheikh Hasina അവസാനം രാജ്യം വിട്ട് ഓടിപ്പോയിട്ട് വന്നു. She is currently staying in India in some undisclosed location, and after that a transition government was sworn in Bangladesh, and the leader of that transition government is Muhammad Yunus, Nobel laureate. He is an economist also. പക്ഷെ ഇപ്പൊ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുഹമ്മദ് യൂനിസിന് അധികാരത്തിന്റെ സുഖം പിടിച്ചു വരുന്നത്. പുള്ളിക്ക് ട്രാൻസിഷൻ ഗവൺമെന്റ് ലീഡ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ഷൻ നടത്താനായിരുന്നു പുള്ളിയുടെ മാൻഡേറ്റ്. ഇലക്ഷൻ നടത്തുക നെക്സ്റ്റ്, എന്നിട്ട് അവിടെ പുതിയ ഒരു പാർട്ടി അധികാരത്തിൽ വരും. പക്ഷെ ഇലക്ഷൻ നടത്താൻ പോലും പുള്ളി ഡിലേ ആക്കുന്നു. അടുത്ത വർഷം കണ്ടേ ഇലക്ഷൻ നടത്തണമെന്നാണ്. ഇപ്പൊ പുള്ളി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം ആവാനായി. പിന്നെ ട്രാൻസിഷൻ ഗവൺമെന്റ് ഒരു സാധാരണ 5-6 മാസം കൊണ്ട് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഇതിപ്പോ ഇവിടെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1.5 വർഷം എടുക്കും. എന്നിട്ട് അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയായ BNPക്ക് അവിടെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഷെയ്ഖ് ഹസീന പുറത്തായി. BNP എന്നത് വേറൊരു പാർട്ടി ഉണ്ട് അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി. കേരളം ഇന്ത്യയിൽ കോൺഗ്രസും BJPയും പോലെ. BJP അധികാരത്തിൽ ഇരിക്കുന്നു, കോൺഗ്രസ് ഒപ്പോസിഷൻ എന്ന് പറയുമ്പോൾ പറയുന്ന പോലെ. പക്ഷെ BNP അധികാരത്തിൽ വരെ അങ്ങനെ സമ്മതിക്കുന്നില്ല. അവരെയൊക്കെ ഒന്ന് ഇല്ലാതാക്കാനാണ് പുള്ളി ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു പുള്ളിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ. അവിടുത്തെ സ്റ്റുഡൻസ് ആണല്ലോ അവിടെ അജിറ്റേഷൻ നടത്തിയത്. അവരിപ്പോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറി. ആ പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രോപ്പപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ മുഹമ്മദ് യൂനിസ് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്നിട്ട് അവിടുത്തെ ഫാദർ ഓഫ് ദ നേഷൻ ആയിരുന്ന മുജീബുർ റഹ്മാന്റെ ഫാദർ ഓഫ് ദ നേഷൻ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി. അവിടുത്തെ കറൻസികളിൽ പോലും മുജീബുർ റഹ്മാന്റെ ഫോട്ടോ മാറ്റി. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. സോ ബംഗ്ലാദേശ് ഈസ് ഗ്രാജുവലി ടേണിംഗ് അതോറിറ്റേറിയൻ. Previously, Bangladesh was a secular democratic country. Now that secularism is also under threat. Now the Hindus, the biggest minority community in Bangladesh, Hindus, are being targeted by the extremist community. Extremist people in Muslim majority community. അതിലൊരു ചെറിയ വിഭാഗമാണ് ഈ എക്സ്ട്രീമിസ്റ്റ് തിങ്കിങ് ഉള്ള. അവർ പക്ഷേ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. വായിച്ചു നോക്കുക. ഇതൊരു ഡിസ്കഷൻ പോലെയാണ്, ഒരു ഇന്റർവ്യൂ പോലെയാണ് ഇതിൻ്റെ അകത്ത് ഈ 2 പേര് ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. പക്ഷെ നല്ലൊരു സംഭവമാണ്, വായിച്ചു നോക്കിയാൽ. എസ്പെഷ്യലി ഇത് ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ടത് ഇന്ത്യയെ ഡയറക്ട്ലി ബാധിക്കുന്നതാണ്. ബിക്കോസ് ബംഗ്ലാദേശ് ഈസ് ഇൻ അവർ ബോർഡർ ആൻഡ് ബംഗ്ലാദേശ് ഈസ് ദ കൺട്രി വിച്ച് ഈസ് ഹാവിംഗ് ദ ലാർജസ്റ്റ് land boundary with India. A lot of Bangladeshi illegal immigrants are residing inside India. That is an internal security problem for India. In all those aspects, Bangladesh is very important for us. So we should read this one. That is a very good piece of article for all of you. Especially UPSC prepare ചെയ്യുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ മൂഡീസ് ഡൗൺഗ്രേഡ് ആൻഡ് US ഫിസ്ക്കൽ റിയാലിറ്റി എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. മൂഡീസ് എന്താണെന്ന് അറിയാലോ. മൂഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ റേറ്റിംഗ് ഏജൻസിയാണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽസിന് ഉൾപ്പെടെ റേറ്റിംഗ് ഉണ്ട്. സിബിൽ എന്ന് പറഞ്ഞ റേറ്റിംഗ് ഉണ്ട്. സിബിൽ സ്കോർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിബിൽ സ്കോർ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടക്കായിരുന്ന സിബിൽ സ്കോർ കുറയും. തിരിച്ച് മര്യാദയ്ക്ക് അടച്ചാൽ സിബിൽ സ്കോർ കൂടും. സിബിൽ മീൻസ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതാണ് സിബിൽ. ഇതേപോലെ രാജ്യങ്ങൾക്ക് നമുക്കപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് തരുന്നത് സിബിലാണ്. ഇതുപോലെ രാജ്യങ്ങൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. രാജ്യങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മൂഡീസ് ഒരെണ്ണം. ഇത് അമേരിക്കയുടെ ഒരു കമ്പനിയാണ് മൂഡീസ്. അതുപോലെ S&P ഉണ്ട്. S&P മീൻസ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ. പിന്നെ ഫിച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഫിച്ച്. ഇവരെല്ലാം ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനങ്ങൾ. അവർ ഇന്ത്യക്ക് റേറ്റിംഗ് തന്നിട്ടുണ്ട്, US റേറ്റിംഗ് തന്നിട്ടുണ്ട്. അപ്പം US-ന്റെ റേറ്റിംഗ് ഇപ്പൊ അവർ കുറച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പിന്നെ നമ്മൾ മറ്റ് പേജുകളിലേക്ക് പോകുമ്പോൾ G7 മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. G7 മോഡി കാർണി മീറ്റിംഗ് നടക്കും. മാർക്ക് കാർണി ആരാണ്? കാനഡയുടെ പ്രൈം മിനിസ്റ്റർ. കാനഡ ഇന്ത്യയും തമ്മിൽ വളരെ വലിയ വിഷയങ്ങളുണ്ട്. ബിക്കോസ് ഓഫ് ദ സിഖ് പ്രോബ്ലം ഇൻ കാനഡ, ഖാലിസ്ഥാൻ പ്രോബ്ലം ഇൻ കാനഡ.
So now next G7 meeting is going to happen in Alberta City in Canada. Modi got an invitation to attend in that G7 meeting. So there he will meet with Canadian Prime Minister Mark Carney. And we can hope that this Modi-Carney meeting will reset India-Canada ties, and that will bring some positive outcomes for India-Canada relationship. And ചിന്തിക്കാം G7 എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. USA, Britain, France, Germany, Japan, Italy, Canada. USA, Britain, France, Germany, Japan, Italy, Canada. That is G7. പിന്നെ മേട്ടൂർ ഡാമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മേട്ടൂർ ഡാം എവിടെയാണ്? കാവേരി നദിയിലാണ്, കാവേരി റിവറിൽ തമിഴ്നാട്ടിലാണ് മേട്ടൂർ ഡാം. പഠിച്ചു വെച്ചേക്കുക. താഴോട്ട് വരുമ്പം രാജ്യസഭ ഇലക്ഷനെ കുറിച്ചൊരു സംഭവമുണ്ട്. രാജ്യസഭ, ലോക്സഭ, there are two houses for Indian Parliament. Indian Parliament is following a bicameral system. Bicameral system means there are two houses. The first house is Rajya Sabha, that is the upper house, and another name of Rajya Sabha is Council of States. Council of States. And the lower house is Lok Sabha, and its another name is House of People. We are electing members to the Lok Sabha. We people are electing members for the lower house of the parliament, that is Lok Sabha, and another name of Lok Sabha is House of People. രാജ്യസഭയിലേക്കുള്ള ആൾക്കാർ സെലക്ട് ചെയ്യുന്നവരാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ MLA-മാരാണ്. പിന്നെ ഈ പേജിൽ ഫുള്ള് ട്രാജഡിയെ കുറിച്ചാണ്, പ്ലെയിൻ ക്രാഷിനെ കുറിച്ച്. അത് ഞാൻ ഇപ്പൊ കൂടുതൽ പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേര് ഇവിടെ ഉണ്ട്, ദ്രൗപതി മുർമു. അവരൊക്കെ അതിന് ആ ഒരു ട്രാജഡിയെ അവര് എന്താ പറഞ്ഞാൽ കണ്ടോളൻസസ് രേഖപ്പെടുത്തിയേക്കുന്നതാണ്. ഇനി അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ UK-യുടെ ഒരുപാട് സിറ്റിസൺസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് UK പ്രൈം മിനിസ്റ്റർ ഒക്കെ വളരെ വലിയ കൺസേൺ, ഷോക്ക് ഒക്കെ രേഖപ്പെടുത്തിയ UK-യുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? കീർ സ്റ്റാമർ ആണ്. UK-യുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? കീർ സ്റ്റാമർ. സ്റ്റാമർ ഇവിടെ ഉണ്ട്, കീർ എന്നും കൂടെ ഉണ്ട് ഫ്രണ്ടിൽ, കീർ സ്റ്റാമർ. UK-യുടെ കിങ് ചാൾസ് ആണ്. UK-ക്ക് കിങ് ഉണ്ട്, ചാൾസ്. അതുപോലെ മറ്റു ചില ലീഡേഴ്സ്, ലോക ലീഡേഴ്സ് ഈ കണ്ടോളൻസസ് പറഞ്ഞേക്കുന്ന ഒരാൾ യുക്രൈന്റെ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. യുക്രൈന്റെ പ്രസിഡന്റ് ആരാണ്? വോളോഡിമിർ സെലൻസ്കി. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ്? ഇമാനുവൽ മാക്രോൺ. അതുപോലെ യൂറോപ്യൻ കമ്മീഷന്റെ ഹെഡ് ഉർസുല വോണ്ടർലൈൻ. ഞാനിത് പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. യൂറോപ്യൻ യൂണിയൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന യൂറോപ്യൻ കമ്മീഷനാണ്. അതിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഒരു വുമനാണ്, ഉർസുല വോണ്ടർലൈൻ. ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്. ജർമ്മനിയുടെ ചാൻസലറാണ് ഫ്രെഡറിക് മെഴ്സ്. അവരെല്ലാം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ ഗവൺമെന്റ് ചീഫ് മുഹമ്മദ് യൂനുസ്, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ്, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ്, ഇവരെല്ലാരും അനുശോചനങ്ങൾ ഇന്ത്യക്ക് ഈ ഒരു വിഷയത്തിൽ രേഖപ്പെടുത്തിയേക്കാണ്, ഈ ഒരു വിമാന ദുരന്തത്തിൽ. അപ്പൊ അവരെയൊക്കെ പേര് പഠിച്ചു വെച്ചേക്കണം. പിന്നെ താഴോട്ട് വരുമ്പോ പിന്നെ അത് ലൈക്ലി റീസൺസ്, ഓവർലോഡിങ്, ബേർഡ് ഹിറ്റ്, ഇതൊക്കെ ആയിരിക്കാം ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോ അവിടെയും ഈ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ ഇനി വിമാനങ്ങളുടെ കൂടും. കാര്യം ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്നുള്ള, പ്രത്യേകിച്ച് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ കൂടും എന്നൊക്കെ പറഞ്ഞ കാര്യം. വിമാനം ക്രാഷ് ഉണ്ടായാൽ മരിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ കോമ്പൻസേഷനാണ് കിട്ടുന്നത്, അവരുടെ ഫാമിലിക്കൊക്കെ. അപ്പം 1 കോടി രൂപ ഇന്നലെ തന്നെ ഓരോ ഡെത്ത് സംഭവിച്ച ആൾക്കാരുടെ ഫാമിലിക്കും ടാറ്റ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി വിമാനത്തിന്റെ ഇൻഷുറൻസ് കിട്ടും, അത് കോടികളുടെ ആയിരിക്കും. അപ്പൊ അത് പ്ലെയിൻ ജേണിയിൽ എന്തായാലും സംഭവിച്ചാൽ ഭയങ്കര വലിയ ഇൻഷുറൻസ് ആണ് അവരുടെ ഡിപ്പെൻഡൻസിന് കിട്ടുന്നത്. പിന്നെ ബോയിങ്ങിന്റെ വിമാനം ആയതുകൊണ്ട് തന്നെ ബോയിങ്ങിന്റെ ഷെയർ ഒക്കെ ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ബോയിങ്ങിന്റെ വിമാനങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതുപോലുള്ള ക്രാഷസിലൊക്കെ പെടുന്നു, സേഫ്റ്റി കുറയുന്നു. അപ്പൊ അതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ സെൻസെക്സ് ഇന്നലെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. അത് ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കൊന്ന് US ഹിന്റ് ചെയ്തു. ഇസ്രായേൽ വിൽ അറ്റാക്ക് ഇറാൻ ഇമ്മീഡിയറ്റ്ലി എന്നൊരു ഹിന്റ് US-ന്റെ പ്രസിഡന്റ് കയ്യിൽ നിന്നൊക്കെ ഇന്നലെ വന്നു. ബേസ്ഡ് ഓൺ ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ടഡ് ഇൻ എ പാനിക് മോഡ് ആൻഡ് India's Sensex is the index of Bombay Stock Exchange. Bombay Stock Exchange is the oldest stock exchange in India and its index is Sensex. Sensex slips yesterday 1%. Sensex എത്ര ഷെയർസ് വെച്ചാൽ സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 30 ഷെയർസ് വെച്ചാണ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 30 ഷെയർസ് വെച്ചാണ്.
പിന്നെ വേറൊന്നും അവിടെ പറയാല്ല. പിന്നെ നിഫ്റ്റി ഉണ്ട്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സാ നിഫ്റ്റി. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് വെച്ചാണ്, നിഫ്റ്റി 50. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജാണ്. ഇന്റർനാഷണൽ പേജില് ഞാൻ പറഞ്ഞില്ലേ, ഇസ്രായേൽ ഷുഡ് നോട്ട് സ്ട്രൈക്ക് ഇറാൻ ആസ് ഡീൽ ഈസ് ക്ലോസ് സെയ്സ് ട്രംപ്. അപ്പൊ ഇസ്രായേല് ഇറാനിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബട്ട് ഡോണ്ട് അറ്റാക്ക് ഇറാൻ ബിക്കോസ് ഓൾമോസ്റ്റ് എ ന്യൂക്ലിയർ ഡീൽ ഈസ് ഫൈനലൈസ്ഡ് വിത്ത് ഇറാൻ. ദാറ്റ് ഈസ് വാട്ട് ഡൊണാൾഡ് ട്രംപ്, ദ പ്രസിഡന്റ് ഓഫ് USA, അഡ്വൈസ്ഡ് ഇസ്രായേൽ യെസ്റ്റർഡേ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് ഇവിടുത്തെ ഈ ന്യൂസ് കൂടെ കണ്ടു, ഇത് രണ്ട് റിലേറ്റഡ് ആണ്. IAEA ബോർഡ് censures Iran for not complying with nuclear obligations. What is IAEA? International Atomic Energy Agency. International Atomic Energy Agency is the nuclear watchdog of UN. Nuclear energy is a very destructive form of energy, and if it is not regulated, that can be used for destructive purposes. So to ensure that the countries are not using this destructive use of nuclear power, there is a watchdog to control all the nations who are using nuclear energy. That watchdog is IAEA, International Atomic Energy Agency. That is a UN, United Nations sponsored agency, and its headquarters is in Vienna. Vienna is the capital of Austria. Headquarters is in Vienna. Vienna is the capital of Austria, and Vienna is the most livable city in the world. There is a ranking like that, the most livable cities ranking. In that ranking, always Vienna will come on top. So currently, the most livable city in the world is also Vienna, the capital of Austria. And Vienna is housing another international organization, and its headquarters is also in Vienna. That is OPEC. OPEC, Organization of Petroleum Exporting Countries. OPEC, Organization of Petroleum Exporting Countries. OPEC's headquarters is also in Vienna. IAEA headquarters is also in Vienna. ഇനി ഞാൻ പറഞ്ഞത്, ഈ ഇറാൻ അവർക്ക് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് US നേതൃത്വമുള്ള ഒരു എഗ്രിമെന്റ് 2016-17 സമയത്തൊക്കെ വരുന്നതാണ്. പക്ഷേ അത് ബരാക് ഒബാമ ഉണ്ടാക്കുന്നത്. ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻസി 2017 തൊട്ട് 2021 വരെ US. ആ സമയത്ത് അങ്ങേര് ആ എഗ്രിമെന്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്യും. ഇത് തന്നെ അവസരം എന്ന് കരുതി ഇറാൻ വീണ്ടും അവരുടെ ന്യൂക്ലിയർ പദ്ധതികൾ റിവൈവ് ചെയ്ത് ഇപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ US വീണ്ടും ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ അത് എങ്ങനെ ഒരു തവണ ഉണ്ടാക്കി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു കാര്യമില്ല, വിത്ഡ്രോ ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും പുറകെ നടന്ന് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ നോക്കിയാ. അപ്പൊ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പേരിൽ ഇസ്രായേൽ അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാണ്. അറ്റാക്ക് ചെയ്ത് അവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആകെ വിഷയമാവും ലോകത്ത് വീണ്ടും. ബിക്കോസ് രണ്ട് ന്യൂക്ലിയർ പവേഴ്സാണ്. ഇപ്പൊ യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഹമാസിനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ. അവരുടെ കയ്യിൽ നല്ല ആയുധങ്ങളുണ്ട്, ന്യൂക്ലിയർ പവർ ഉണ്ട്. അപ്പൊ അത് വിഷയമാവും. അപ്പൊ അതൊക്കെയാണ് കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും. പിന്നെ ഇവിടെ എന്താ, ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ. ജപ്പാൻ ചൈന ട്രേഡ് ബ്ലെയിം ഓവർ ലാറ്റസ്റ്റ്, അതൊന്നും വേണ്ട. അതിന്റെ അടുത്ത പേജ് ഇപ്പോൾ സ്പോർട്സ് പേജ്. അവിടെ WTC നടന്നുകൊണ്ടിരിക്കുന്നത്. WTC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരൊക്കെ തമ്മിലാണ്? സൗത്ത് ആഫ്രിക്കയും ഈ ഓസ്ട്രേലിയയും തമ്മിൽ. അപ്പോൾ ഓസ്ട്രേലിയക്കുള്ള ഒരു അപ്പർ ഹാൻഡ് ഇപ്പൊ അവിടെ മിക്കവാറും അവരെ ജയിക്കാനാണ് സാധ്യത. പിന്നെ അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസിന്റെ ഒരു ടേബിൾ ടെന്നീസ് ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അവിടെ പറയാനുള്ളു, വേറെ ഒന്നും അവിടെ പറയാനില്ല. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ PSG അവരാണ് ചാമ്പ്യൻ. PSG എന്ന് പറഞ്ഞാല് ഫ്രാൻസിന്റെ ഫുട്ബോൾ ക്ലബ്ബാണ്. യൂറോപ്പിലെ ക്ലബ്ബ് ഫുട്ബോൾ ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന കപ്പാണ് ചാമ്പ്യൻസ് കപ്പ് എന്ന് പറഞ്ഞാൽ. ആ ചാമ്പ്യൻസ് കപ്പ് ഇപ്പോ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഇപ്പൊ വിൻ ചെയ്ത ക്ലബ്ബാണ് PSG. ഇനിയിപ്പോ ഫിഫ ഒരു ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് കൊണ്ടുവരുന്നുണ്ട്. ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് നിങ്ങൾക്ക് അറിയാം 2026 2026 US-ലും മെക്സിക്കോയിലും കാനഡയിലും വെച്ചാണ് ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് രാജ്യങ്ങൾ നടക്കാൻ പോകണം. ക്ലബ്ബുകളുടെ ഒരു ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ്, അതിലും ചാമ്പ്യൻ ആവാനാണ് PSG ശ്രമിക്കുന്നത്. PSG എന്ന് പറയുന്ന ക്ലബിനെ അറിഞ്ഞിരിക്കുക, പാരീസ് സെന്റ് ജർമ്മൻ എന്നാണ് ആ ക്ലബിന്റെ ഫുൾ ഇതെന്ന് പറയുന്നത്. ഫ്രഞ്ച് ക്ലബ്ബാണ്. അവരാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോഴത്തെ ചാമ്പ്യന്മാർ. ഇത്രയൊക്കെ തന്നെ. ഫോർമുല 1 നിലവിലുള്ള ചാമ്പ്യനായ മാക്സ് വെർസ്റ്റാപ്പന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോർമുല 1 അല്ലെങ്കിൽ F1 വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ്, അതിലെ ഡ്രൈവർ ഒക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള വേൾഡ് ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റാപ്പൻ. അയാളുടെ ഫോട്ടോ ഇവിടെ കാണാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പത്രം. സോറി. അപ്പൊ നാളെ ബാക്കി. താങ്ക് യു.